രാത്രിയുടെ മറവിൽ വിവരാവകാശ പ്രവർത്തകനെ മർദ്ദിച്ചതായി പരാതി. മലപ്പുറം മംഗലം സ്വദേശി സന്തോഷ് നാലുപുരക്കലിനെയാണ് ഇരുമ്പ് വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. പരാതി നൽകിയിട്ടും പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ഇടപെട്ടതാണ് മർദ്ദനത്തിന് കാരണം എന്ന് സന്തോഷ് പറയുന്നു. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ വിവരാവകാശ നിയമപ്രകാരം പോരാട്ടം നടത്തുകയാണ് തിരൂർ മംഗലം സ്വദേശി സന്തോഷ് നാലുപുരക്കൽ. തിരൂരിലെ ഗൾഫ് മാർക്കറ്റിലെ അനധികൃത നിർമ്മാണങ്ങളുടെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ചിരുന്നു. തുടർന്ന് ഇതിനെതിരെ നഗരസഭയിൽ അടക്കം പരാതിയും നൽകി. ഇതിന്റെ ശത്രുതയിലാണ് തനിക്ക് നേരെ നടന്ന ആക്രമണമെന്ന് സന്തോഷ് പറയുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ട്, പോലീസ് സ്റ്റേഷൻ റോഡിലെ മുന്നിൽ വെച്ചിട്ട് തന്നെ സിറ്റി ജംഗ്ഷന്റെ അടുത്ത് വെച്ചിട്ട് തന്നെ മെയിൻ റോഡിലാണ്. മെയിൻ റോഡിലൂടെ ഞങ്ങളും മകനും കൂടെ നടന്നു വരുന്ന സമയത്ത് ഏതോ ഒരാൾ വന്ന് എൻ്റെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു വീഴ്ത്തി തന്നെ. ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. മസിലുകൾക്കും ഞരമ്പുകൾക്കും എന്തൊക്കെ ക്ഷതങ്ങളുണ്ടൊക്കെ MRI ഒക്കെ എടുത്തിട്ടുണ്ട്. പരാതി പിന്നെ സ്കൂൾ ഇവിടുന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് തന്നെ ഇന്റിമേഷൻ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല. തിരൂർ പോലീസ് സ്റ്റേഷന് സമീപം കഴിഞ്ഞ മാസം 17-ാം തീയതി ആയിരുന്നു സംഭവം. 9 വയസ്സുകാരനായ തന്റെ മകനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ബൈക്കിലെത്തിയ ഒരാൾ ഇരുമ്പുവടി ഉപയോഗിച്ച് അടിക്കുകയായിരുന്നു. രാത്രിയായതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തോളിന്റെ എല്ലു പൊട്ടിയ സന്തോഷ് ഇപ്പോഴും ചികിത്സയിലാണ്. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ ആരെയും പിടികൂടിയിട്ടില്ല. ദേശീയ വിവരാവകാശ കൂട്ടായ്മ പ്രവർത്തകൻ കൂടിയാണ് സന്തോഷ്. ജനം, മലപ്പുറം.